Hi friends, welcome back to our channel Nandanam by Nanda Creations. ഇന്ന് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ജാസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അത് ഉണ്ടാക്കാൻ നമുക്ക് 2 കളറിലുള്ള ഷീറ്റ്സ് വേണം. ഫോം ഷീറ്റ്സ് ആണ് വേണ്ടത്. 0.8 mm തിക്നെസ് ഉള്ള ഐവറി ഷീറ്റും ഒലിവ് ഗ്രീൻ ഷീറ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ 1.5 mm കട്ടർ ഉപയോഗിച്ചാണ് ഫ്ലവർ കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഒരു ഫോം ഷീറ്റിൽ നമുക്ക് മാക്സിമം ഒരു 50-55 ഫ്ലവർ അല്ലെങ്കിൽ 60 ഫ്ലവറൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഐവറി ഷീറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒലിവ് ഗ്രീൻ ഷീറ്റ് ആണെങ്കിൽ നമുക്ക് ചെറിയ സ്ട്രിങ് ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ അയൺ ബോക്സ് ചൂടാക്കി പൂക്കൾ അതിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഫ്ലവേഴ്സ് ആയിട്ടത് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഒരു 10 പെറ്റലിൻ്റെ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റെം കട്ട് ചെയ്ത് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല റേറ്റുള്ള ഐറ്റമാണ് അത്യാവശ്യം ഇത്. അപ്പം നമ്മൾക്ക് കുറേ ടൈം കൺസ്യൂമിങ്ങുമാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്, ഈ ഫ്ലവർ മേക്ക് ചെയ്ത് എടുക്കുന്നത്. അതുപോലെ വാട്ടർ പ്രൂഫാണ്, റീയൂസബിൾ ആണ്. നമുക്കിത് ഹെവി സ്ട്രിങ് ആയിട്ടും ചെയ്തെടുക്കാം, നോർമൽ സ്ട്രിങ് ആയിട്ടും നമുക്കിത് ചെയ്തെടുക്കാം. ഇതിപ്പം നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ബാക്കിൽ ചെറുതായിട്ട് ഡോട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് സ്റ്റെം ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. വളരെ അഫോർഡബിൾ പ്രൈസിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റെം ഒട്ടിച്ച് കൊടുക്കുക. സ്റ്റെം ഒട്ടിക്കുന്നതിന് നമുക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം. B7000 ഗമ്മും നമുക്ക് യൂസ് ചെയ്യാം. ഗ്ലൂ ഗണ്ണായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പം പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും. മറ്റേതാണെങ്കിൽ കുറച്ച് ടൈം ആയിരിക്കും. പിന്നെ നമ്മൾ ഇതുപോലെ സ്റ്റെം ഒട്ടിച്ച ഫ്ലവറിൻ്റെ ബാക്കിൽ എന്ത് ചെയ്യുക, ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് എടുക്കുക. സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ഈ ഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ സ്റ്റെമ്മ് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെയും എടുക്കാം. അതുപോലെ തന്നെ കണ്ടിപ്പോൾ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 പൂക്കൾ എടുത്തിട്ട് സെയിം അളവിൽ കട്ട് ചെയ്തും എടുക്കാവുന്നതാണ്. ലാസ്റ്റിൽ നമുക്ക് കണ്ട പൂവിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് നമുക്ക് ഫ്ലവറിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിപ്പം നമ്മൾ ഒരു നോർമൽ സ്ട്രിങ്ങാണ് ഉപയോഗിക്കാൻ എടുത്തിരിക്കുന്നത്. നമുക്കൊരു അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കെട്ടുന്ന രീതി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കെട്ടാം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ഇത് ചെയ്തിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ വിഷുവൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കിറ്റായിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. റിപ്ലൈ തരുന്നതായിരിക്കും. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ ലാസ്റ്റ് ഔട്ട്പുട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.